അസ്സലാമലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു യാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതേ പിയാപ്ല സൽക്കാരങ്ങളിലൊക്കെ നമ്പർ 1 ആയിട്ടുള്ള ടയർ പത്തിരി എന്നറിയപ്പെടുന്ന മംഗലമല പത്തിരിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇന്നലെ ഒരു ഗ്ലാസ് അരി തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇന്നെടുത്ത് കഴുകി വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തൊരു ബാറ്റർ ആക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഈ ബാറ്റർ ഞാനൊരു സ്ട്രെയിൻ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ ഒന്ന് തിക്കനാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ നമ്മുടെ പത്തിരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് ഇതൊന്ന് തിക്കനായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മുടെ സാധാ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഇതൊന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മംഗല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കല്ലിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ ഒരു പത്തിരിയെ വലിയ ബോൾസുകളാക്കിയിട്ട് വലിയ ബോൾസുകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുത്ത് വരാം. ഇതിവിടെ വാഴൻ്റെ ഇലയിലാണ് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വാഴൻ്റെ ഇല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ബോൾസുകളാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇത് അത്യാവശ്യം വലിയ ബോൾസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ അത് ഓവർ നൈസായിട്ട് പരത്തിയെടുക്കരുത്, അത്യാവശ്യം തിക്കിൽ തന്നെ പരത്തിയെടുത്തിട്ട് വരിക. അപ്പോൾ അതേ നമ്മുടെ കല്ല് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ പരത്തി വെച്ച വാഴൻ്റെ ഇലയിലുള്ള ഇത് വെച്ച് കൊടുക്കുക. വാഴൻ്റെ ഇലയോട് കൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ മുകളിൽ മറ്റൊരു വാഴൻ്റെ ഇല കൂടെ വെച്ചിട്ട് ആ പത്തിരിയെ കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. അപ്പോൾ ഇതേപോലെ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല. പിന്നെ ഈ പത്തിരിയുടെ ഒന്ന് ആറുന്നതിനനുസരിച്ച് നമുക്ക് ഈ വാഴൻ്റെ ഇല റിമൂവ് ചെയ്യാം. എൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വന്നിട്ടുണ്ടായിരുന്നു പത്തിരി, അപ്പോൾ ഞാൻ ആ വാഴൻ്റെ ഇല റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ അടിയിൽ ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ അതൊന്ന് വെന്തിട്ട് ഒന്നൊന്ന് ആറി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്യാതിരുന്നത്. അപ്പോൾ അതൊന്ന് ആറി വന്നതിൻ്റെ ശേഷം നമുക്ക് അതും എടുത്ത് കളയാം. അപ്പോൾ ഇത് ആറിയിട്ടില്ല, ഇതൊന്ന് ആറിയിട്ട് നമുക്ക് എടുത്ത് കളയാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് അപ്പോൾ അത് ആറി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാൻ ആ വാഴൻ്റെ ഇലയൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ചുറ്റിച്ചെടുക്കുക, തിരിച്ച് മറിച്ച് വിട്ടിട്ടെടുത്തിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ കരുതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല, കുറച്ചൊരു സമയം വേണം. കാരണം കുറച്ച് തിക്കനായിട്ടാണല്ലോ നമ്മളത് പരത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു കയ്യിലും ഒരു ചട്ടകം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഈ കയ്യിലിൻ്റെ ഒരു തലഭാഗം വെച്ചിട്ടാണ് നമ്മളിതിനെ ഇതേപോലെ സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടും തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കുക. ഈ കയ്യിൽ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ സർക്കിൾ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരും മാത്രമല്ല നല്ല സോഫ്റ്റനായിട്ട് വരും. അപ്പോൾ ഇത് വെന്തോ എന്നറിയാനായിട്ട് ഇത് 2 സൈഡും നന്നായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ. എൻ്റെ പത്തിരി നന്നായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡും ഇതേപോലെ പൊന്തി വരുന്ന സമയത്താണ് നമ്മളിതിനെ ഷേപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ പൊന്തി വരും. അപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇനി ഷേപ്പൺ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ കയ്യിലിൻ്റെ കണഭാഗം വെച്ചിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിസ്സായി പോകുന്നുണ്ട്. തുടക്കക്കാർക്കൊക്കെ അത് ഇച്ചിരി ഒരു പ്രയാസമായിരിക്കും, എന്നാലും നല്ലൊരു ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഷേപ്പ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കുക. 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്തതിൻ്റെ ശേഷം മാത്രം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്തിട്ടുണ്ട് സാധനം, എന്നാലും ഒന്നുകൂടെ ഇതിൻ്റെ വേവ് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കുക, ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെ പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. അത് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലെടുത്തിട്ടുമില്ല, എന്നാൽ ചെറിയ തേങ്ങ അല്ലതാണ്, ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഈ തേങ്ങയും പാലും കൂടെ ഉള്ളൊരു മിക്സാണിത്. അപ്പോൾ നമ്മൾ ഈ പത്തിരി നന്നായിട്ട് തന്നെ ഇത് ചൂടോടുകൂടെ തന്നെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ടൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ, പിന്നെ നല്ലൊരു സോഫ്റ്റനായിട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ചൂടോടുകൂടെ തന്നെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിത് എൻ്റെ എല്ലാ പത്തിരിയും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് 6 പത്തിരിയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചൊരു സമയം വേണം കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട്.
പിന്നെ ഇതിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറി ഇതുമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്